ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇനി 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ. ഇത് 2 പ്രാവശ്യം ഞാനൊന്ന് അരിച്ചെടുക്കുവാണ്. അതിനുവേണ്ടി 1.5 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാമേ. വേണ്ടി ഞാൻ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. ഞാൻ ഇതിലേക്ക് ഈ പൊടിച്ച പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കി പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ. അത് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യത്തിന് ഞാൻ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ 4 മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 മുട്ട ആദ്യം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്യാതെ 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ വിസ്ക് വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പാല് ചേർത്ത് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഈ പേപ്പർ കപ്പിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കപ്പിൻ്റെ പകുതി ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇനി നമുക്ക് ഈ കപ്പ് കേക്കിൻ്റെ മുകളിൽ വെക്കാനായി ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഒന്ന് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 25 ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ 400 ഗ്രാം പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്.
4 സ്പൂണിൻ്റെയും പകുതി ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ 4 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വാനില എസൻസ് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാവേ. അപ്പം നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാമേ. ഈ ക്രീം ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയ ഇത് ഞാൻ ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് മാറ്റിയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.